നമസ്കാരം. മാൻ യുണൈറ്റഡ് മല്ലുവിന്റെ ട്രാൻസ്ഫർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ജീൻ ഫിലിപ്പെ മറ്റേറ്റ ഓഫേർഡ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് മറ്റേറ്റ ഹാസ് ബീൻ ഓഫേർഡ് ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് ടോട്ടൻഹാം ബൈ ഇന്റർമീഡിയറീസ് ആൻഡ് ഏജന്റ്. കറന്റ്ലി ക്രിസ്റ്റൽ പാലസിൽ കളിക്കുന്ന താരത്തിന് ഈ ഒരു വർഷത്തെ കോൺട്രാക്റ്റും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ ഫ്രീ ട്രാൻസ്ഫർ ആകാനായിട്ടുള്ള സാധ്യതയാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ഒരു സെയിൽ നടത്തിയിട്ട് അതിൻ്റെ അകത്ത് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു ഓഫർ ഈ ക്ലബ്സിലേക്ക് വെച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇതിനകത്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ക്രിസ്റ്റൽ പാലസ് ഇസ് നോട്ട് വില്ലിംഗ് ടു സെൽ ദ പ്ലെയർ എന്നുള്ളൊരു ഇതും കേൾക്കുന്നുണ്ട്. ബിക്കോസ് ആസ്റ്റൺ വില്ല അവർ ഓൾറെഡി ഒരു 20 to 25 മില്യൺ റേഞ്ചിൽ ഒരു ഓഫർ ക്രിസ്റ്റൽ പാലസിന് കൊടുത്തു. പക്ഷേ ക്രിസ്റ്റൽ പാലസ് ഹാസ് റിജക്റ്റഡ് ദി ഓഫർ. അങ്ങനെയാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ്. അപ്പോൾ അത് കാരണം അതിൽ കൂടുതൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ പാലസിന് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മേ ബി ഒരു 30, 35, 40 ആ ഒരു റേഞ്ചിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഉള്ളതും ഉറപ്പില്ലാത്ത കാര്യമാണ്. പിന്നെ ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് പറഞ്ഞാൽ മറ്റേറ്റ ഹീസ് ഓൾറെഡി 29 years old. അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കപ്പ് ഫോർ സെസ്കോ. പിന്നെ എന്താ പറയുക, ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ആ ഒരു സപ്പോർട്ട്, ഫ്രണ്ട് ലൈന് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്ട്രൈക്കറിനെ തന്നെയാണ് വേണ്ടത്. സോ മെറ്റേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ഓൾ നോ ഹീ ഈസ് എ വെരി ഫിസിക്കൽ സ്ട്രൈക്കർ. 6'4" അത്രയും ഹൈറ്റുള്ള പ്ലെയർ ആണ്. നല്ല ബിൽഡപ്പ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. അപ്പോൾ ഡിഫൻഡേഴ്സിനൊന്നും അങ്ങനെ ഈസി ആയിട്ട് ബുള്ളി ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയർ. ആൻഡ് ഓൾസോ ഈ പ്ലെയർ ആയിരിക്കും കൂടുതലും ഡിഫൻഡേഴ്സിന് ബുള്ളി ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയർ, അത്യാവശ്യം ഗോൾസും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ആൻഡ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഫ്രഞ്ച് ടീമിലേക്ക് സ്ഥാനം കിട്ടുകയും ചെയ്തു. ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് വേറെയും കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ബിക്കോസ് ഇഞ്ചറി ഒരു ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ജാനുവരിയിൽ മിലാനിലേക്ക് പോകാനായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ഹി വാസ് ട്രൈങ് ഫോർ മെഡിക്കൽ അറ്റ് ദ ടൈം. പക്ഷേ നീ കംപ്ലീറ്റ്ലി ഇഷ്യൂ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് എന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട് വന്നു. ആൻഡ് ദാറ്റ് ഇസ് ദ റീസൺ വൈ മിലാൻ സൈൻ ചെയ്യാത്തത് എന്ന് പറയുന്നുള്ള റിപ്പോർട്ടും കേൾക്കുന്നുണ്ട്. സോ എന്തൊക്കെ ആണ് വാസ്തവം എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ മിലാൻ അന്ന് അത് വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. ആൻഡ് എന്തായാലും ഇനിയിപ്പോൾ ഒരു വർഷമേ ബാക്കിയുള്ളൂ. സോ ക്രിസ്റ്റൽ പാലസ് ഈ പ്ലെയറിനെ നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവർക്കുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ ടോട്ടൻഹാം ഇവർ കുറച്ചുകൂടെ ഒരു ഹയർ ബിഡ്, എനിക്ക് തോന്നുന്നു 30 മില്യൺ റേഞ്ചിലൊക്കെ പിടിച്ചു കഴിഞ്ഞിരുന്നാൽ, 30-35 മില്യണിലൊക്കെ പിടിച്ചു കഴിഞ്ഞിരുന്നാൽ മേ ബി ദേ വുഡ് ബി ഇൻട്രസ്റ്റഡ് ടു സെൽ ദ പ്ലെയർ. ബിക്കോസ് ഒരു വർഷം, ഈ ഒരു സീസൺ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള കാര്യമാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മറ്റേറ്റ. എന്തുകൊണ്ടെന്നാൽ ഇഞ്ചുറി പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അതല്ലാതെ കുറച്ച് ബിഹേവിയറൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പ്ലെയറിനുണ്ട് എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ പ്ലെയർ 29 ആണ്. ആൻഡ് വി ഹാവ് എ ലോട്ട് ഓഫ് പ്ലെയേഴ്സ്, ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലെയേഴ്സ് പലരെയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതേപോലത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഡബിൾ പണി തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഹാവ് ടു ഗിവ് ഒരു 2-year 3-year കോൺട്രാക്റ്റ് ആയിരിക്കും. അപ്പോൾ അത്രയും കോൺട്രാക്റ്റ് പിന്നെ എന്താ പറയുക, ഈ ഒരു ഇഞ്ചുറി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ വീണ്ടും നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. സോ ഇറ്റ്സ് ബെറ്റർ അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാക്കപ്പ് ഓപ്ഷൻ എടുക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഐവൻ ടോണിയുടെ കാര്യം പറയുന്നുണ്ട്, സൗദിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം. പക്ഷേ എന്നിരുന്നാലും ഐവൻ ടോണിയൊക്കെ വന്നു കഴിഞ്ഞാൽ വേജസ്, ഹെവി വേജസ് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. സോ അറിയത്തില്ല, ടോണിക്കൊക്കെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ എനിക്ക് തോന്നുന്നു $400,000 പെർ വീക്ക് അങ്ങനത്തെ റേഞ്ചിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതും ടാക്സ് ഫ്രീ. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരുമോ എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ്. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ട്രൈക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ലെവലിലോ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലുള്ള സ്ട്രൈക്കേഴ്സ് ആണ്. ഇപ്പോൾ ആർസണൽ എന്നൊക്കെ പറഞ്ഞാൽ റൈറ്റ് നൗ ദേ ആർ ഗോയിങ് ഫോർ ജൂലിയൻ ആൽവറസ്. അവർ 130 മില്യൺ 130 മില്യൺ കൊടുത്തിട്ട് ആൽവറസിനെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താ പറയുക, ചെറിയ പൈസയ്ക്ക് തട്ടിക്കൂട്ടി ഒക്കെ ഉള്ള പ്ലെയേഴ്സിനെയും ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു സ്പേസ് നിറയ്ക്കാനായിട്ടുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. സോ രണ്ടും വലിയ ഡിഫറൻസ് ആണ് ക്ലബ്ബുകൾ തമ്മിൽ. ആൻഡ് എനിക്കറിയത്തില്ല, നമ്മൾ ചാമ്പ്യൻസ് ലീഗിലേക്കോട്ടൊക്കെ പോകുമ്പോൾ ഏത് ലെവലിലേക്കുള്ള തോൽവികളും എന്താ പറയുക നാണക്കേടുകളും ഒക്കെ ആയിരിക്കും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതാണ്. ബിക്കോസ് കാരിക്കിന് ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഇഫ് ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് മാനേജർ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു സ്ട്രോങ് മാനേജറാണ് വരുന്നത് എന്നുണ്ടായിരുന്നെങ്കിൽ ഹി വുഡ് നോട്ട് സ്റ്റേ. ഇപ്പോൾ അവർ ആദ്യമേ പറയും എനിക്ക് ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ വേണം, കിട്ടിയേ പറ്റൂ എന്നുള്ള നിലയ്ക്ക് അവർ ചോദിച്ചേനെ. അപ്പം ഇനിയോസിന് അത് കൊടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ കാരിക്ക് ആയതുകൊണ്ട് ഹീസ് എ യെസ് മാൻ.
ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് യെസ് 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. അപ്പം കാരിക്കിന് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ വലിയ കാര്യമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു മാനേജർ. അപ്പം അതിൻ്റെ അകത്ത് ഇനി എന്തെങ്കിലും ചോദിച്ചിട്ട് പിണക്കമാകണ്ട എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതർവൈസ് ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ബാക്കി. അങ്ങനത്തെ ഒരു ഇതിൽ എന്താ പറയുക, നമ്മൾ കൊണ്ടുവരുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ പോലും ലൈക്ക് നോട്ട് ദ ടോപ്പ് ലെവൽ, പക്ഷേ എന്നിരുന്നാലും ലൈക്ക് അറ്റ്ലീസ്റ്റ് ഗിവും ലൈക്ക് ഇപ്പം എന്താ പറയുക, കൂട്ടത്തിലുള്ളതിൽ വെച്ചിട്ട് കുറച്ച് ഭേദപ്പെട്ട എന്തെങ്കിലും കൊടുക്കൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരിക്കിനെ പോലെ ഒരു മാനേജർ വന്നു ചേർന്നാൽ പിന്നെ നമുക്ക് കിട്ടുന്ന സൈനിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള നിലയ്ക്ക് പോകേണ്ട അവസ്ഥയാണ്. സോ ഇപ്പം സെസ്കോ പലപ്പോഴും പരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സോ അറ്റ്ലീസ്റ്റ് അതിൻ്റെ കൂടെ ഫൈറ്റ് ഫോർ പ്ലേസസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഈക്വലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ മാത്രമേ സെസ്കോയ്ക്കും ആ ഒരു ഗെയിം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സെസ്കോ പരിക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ വേണ്ടി കാത്തിരിക്കുക, അതുവരെയ്ക്ക് തട്ടിക്കൂട്ടി മേക്ക് ഷിഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ നിർത്തി കളിപ്പിക്കുക എന്നുള്ളതാണ്. സെർക്സീനെ ഉറപ്പായിട്ടും കാരിക്ക് വാല്യൂ ചെയ്യുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ഫോർ എ മൂവ് ഔട്ട്സൈഡ്. അപ്പോൾ സെർക്സി മിക്കവാറും പോകും. അപ്പം സെർക്സി പോയി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഏതെങ്കിലും ഒരു പ്ലെയർ വരിക എന്നുള്ളതാണ് പറയുന്നത്. സോ എനിക്കറിയത്തില്ല, ഇത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ചളക്കുളമാണ്. ഈ സെയിം മാനേജ്മെന്റ് ആണ് അടുത്ത വർഷം 2027-28 കപ്പടിക്കാനായിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കപ്പടിക്കുക അടുത്ത സീസണിൽ. ഈ പ്ലെയേഴ്സിനെയും ഈ ഒരു രീതി കൈൻഡ് ഓഫ് ട്രാൻസ്ഫേഴ്സും വെച്ചിട്ട് അവർ കപ്പടിക്കാൻ നോക്കി കഴിഞ്ഞാൽ അത് നടന്നു തന്നെ. അടുത്ത 10 വർഷത്തേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും കപ്പടിക്കാനായിട്ട് പറ്റത്തില്ല. സോ എന്തായാലും ലൈക്ക് മെറ്ററ്റ ലൈക്ക് ഇറ്റ് ഇസ് എ റെഡ് ഫ്ലാഗ്. എനിക്ക് തോന്നുന്നു അതാണ്. എന്താ പറയുക, ആ ഒരു ഫിസിക്കൽ സ്റ്റേച്ചറും ലൈക്ക് ഗോൾ അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അത് നമുക്ക് പിന്നീട് ഒരു തലവേദന ആകാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കൂടുതലായിട്ട് കാണുന്നത്. സോ ഐ ആം നോട്ട് ക്വൈറ്റ് ഷുവർ ഹൗ ദിസ് വിൽ വർക്ക് ഔട്ട്. പിന്നെ എന്താ പറയുക, പിന്നെയും ഇനിയിപ്പോൾ കുറച്ച് ദിവസമുള്ള ട്രാൻസ്ഫർ. ഇന്നിപ്പോൾ 27 ആയി. 31 ആകുമ്പോൾ അല്ലെങ്കിൽ സെപ്റ്റംബർ 1 ആകുമ്പോൾ വിൻഡോ ക്ലോസ് ആവും. അപ്പോൾ ഇതിനുള്ളിൽ എത്ര പ്ലെയേഴ്സ് വരും എന്നുള്ളത്. ലെഫ്റ്റ് ബാക്ക് ഇതുവരെയ്ക്കും ആയിട്ടില്ല. പിന്നെ അതിനുശേഷം എന്താ പറയുക, ഒരു ഡിഫൻഡറും കൂടെ വേണം. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു സ്ട്രൈക്കർ കുറച്ചൊന്ന് ഇപ്പം പ്രീമിയർ ലീഗ് പ്രൂവൺ ആകണം എന്ന് പോലും ഇല്ല. അറ്റ്ലീസ്റ്റ് വേറൊരു ലീഗിൽ നിന്നും കുറച്ച് റെപ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലെയർ, ഗോൾ സ്കോറിങ് ഇത് റെഗുലറായിട്ട് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പ്ലെയറിനെ കൊണ്ടുവരാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ പോലും ലൈക്ക് ദാറ്റ് വുഡ് റിയലി ഹെൽപ്പ് അസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കുന്നില്ല. ലൈക്ക് വെരി വെരി പുവർ ട്രാൻസ്ഫർ വിൻഡോ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാന്റോസും ടീലമെൻസും അവരൊക്കെ വന്നു, പക്ഷേ കഴിഞ്ഞ കളികളിൽ നമ്മൾ കണ്ടു എവിടം വരെ അത് പോയി എന്നുള്ളത്. സോ വീണ്ടും മെയിൻ തന്നെ ആയിരിക്കും ആ ഒരു പൊസിഷനിൽ കളിക്കുക. പിന്നെ നമ്മുടെ കാർലോസ് ബലേബ. സോ മറ്റ് 2 പ്ലെയേഴ്സും അവർ കുറച്ചുകൂടെ ഉയർന്ന് കളിക്കേണ്ടതുണ്ട്. മേ ബി ലൈക്ക് ഫസ്റ്റ് ഗെയിം ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. ഇനി അങ്ങോട്ടേക്ക് സീസൺ മുമ്പോട്ട് പോകുമ്പോൾ മേ ബി അതിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. സോ എനിവേസ് ലൈക്ക് എന്താ പറയുക, ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ട്രാൻസ്ഫർ വിൻഡോ ആണ്. ആൻഡ് കിട്ടുന്ന പ്ലെയേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലൈക്ക് ടോപ്പ് ക്വാളിറ്റി ലെവലിലൊന്നുമല്ല. ഞാൻ ബലേബനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സ്ട്രീം ഓഫ് പ്ലെയർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പം കാസമിറോ പോയതിന് പകരം നമ്മൾ എലിയറ്റ് ആൻഡർസൺ, ടൊണാലി അങ്ങനത്തെ ഒരു പ്ലെയേഴ്സിൻ്റെ, ചുവമിനി, ഈ പ്ലെയേഴ്സിൻ്റെ ലെവലിൽ നിന്നും നമ്മൾ സെക്കൻഡ് ലെവലുണ്ടായിരുന്ന ബലേബയാണ് ഇപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. സോ എവിടം വരെ എത്തും, എങ്ങനെ എത്തും എന്നുള്ളതൊക്കെ ഇനിയിപ്പം കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. സോ വാട്കിൻസ് എന്നുള്ളൊരു പ്ലെയർ ആയിരുന്നു നമുക്ക് ഏറ്റവും യോജിച്ചത്. ബിക്കോസ് ഹി വാസ് ലൈക്ക് പ്രീമിയർ ലീഗ് പ്രൂവൺ. ഒരു 40 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വില്ല നിന്ന് കിട്ടുമായിരുന്നു. ആൻഡ് ഹി വാസ് ജസ്റ്റ് ലൈക്ക് 31. ഇനി ഒരു 3 years 4 years ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്ലെയർ ആയിരുന്നു വാട്കിൻസ്. പക്ഷേ ഒലി വാട്കിൻസ് സൗദിയിലേക്ക് പോയിരിക്കുന്നു. ആൻഡ് ഹീസ് ഗെറ്റിംഗ് ഡബിൾ ദ സാലറിയും കാര്യങ്ങളൊക്കെ. സോ വാട്കിൻസ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് നമുക്ക് കിട്ടുന്ന. അങ്ങനെ അധികം വലിയ പരിക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ലൈക്ക് ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ, ഒരു ഇംഗ്ലീഷ് പ്ലെയർ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു. സോ മറ്റേയുടെ കാര്യത്തിൽ ലൈക്ക് ഐ ആം നോട്ട് 100% ഓക്കെ വിത്ത് ദിസ് ട്രാൻസ്ഫർ. എനിക്കറിയത്തില്ല ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി അറിയേണ്ട കാര്യം തന്നെയാണ്. സോ വാട്ട് ഡു യു തിങ്ക്? മറ്റേ ഓക്കെ ആണോ ഈ പ്ലെയർ? നമുക്ക് ഒരു 25 മില്യൺ ചോദിച്ചിട്ട് അവർ നോ പറഞ്ഞ ട്രാൻസ്ഫർ 30, 35, 40 കൊടുത്ത് കൊണ്ടുവരുന്നതിൽ ലൈക്ക് വാട്ട് ഡു യു തിങ്ക്? അങ്ങനെ കൊണ്ടുവരാനായിട്ട് അത്രയും ഉള്ള ഒരു പ്ലെയർ ആണോ? അതും 1 വർഷം മാത്രം ബാക്കിയുള്ള കോൺട്രാക്ട് ഉള്ള പ്ലെയറിന് ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നതിൽ അർത്ഥമുണ്ടോ? ഓക്കെ, സോ വാട്ട് എവർ യു തിങ്ക്, പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.